പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ അവിടെ ഇരുന്നപ്പോൾ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നത് ഇങ്ങനെയാണ്. വരും ദിവസങ്ങളിൽ പ്രിയ സഹോദരി ഒരു 15 മിനിറ്റ് ഇംഗ്ലീഷിൽ വചനം പറയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദൈവ നിയോഗം കിട്ടി. അത് കുഞ്ഞുങ്ങൾക്കും ഇത് ടെലികാസ്റ്റ് നിങ്ങൾ പിന്നെ ചെയ്യുന്നെങ്കിൽ അത് ഒരു വിടുതലായിത്തീരും. സ്തോത്രം. ആര് വചനം പറയുന്നു എന്നുള്ളതിലല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം, പ്രിയ സാംപാസ്റ്റർ വൈഫ് അനേകർക്ക് ക്ലാസ് കൊടുക്കുന്നത് ഒത്തിരി സഹോദരിമാർ വരുന്നുണ്ട്. എനിക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഒരു 15 മിനിറ്റ്, അധികം വേണ്ട, 15 മിനിറ്റോ 10 മിനിറ്റോ ഒരു ദൈവവചനം ഇംഗ്ലീഷ് കൊടുത്താൽ അത് കുഞ്ഞുങ്ങൾക്കും ചില വ്യക്തികൾക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ഇപ്പോൾ സഹോദരി കുറച്ച് വാക്യമേ പറഞ്ഞുള്ളൂ, അത് നമ്മുടെ ജീവിതത്തിലും ഒത്തിരി മാറ്റം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെടേണ്ട കേട്ടോ. സ്വർഗം സകലതും നന്നായി ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ വിഷയങ്ങൾ ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്നവൻ ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ നമ്മളൊന്ന് രുചിച്ചറിയണം. നമ്മുടെ വാക്കുകളുടെ ചാതുര്യം കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തികൾ കൊണ്ടോ ഒന്നും പ്രവർത്തിക്കത്തില്ല. നമ്മെ കഴുകുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്മാവിൽ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ കഴിവുള്ള കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്ത്, ഈ ദേശത്ത് ഒരു വലിയ വിടുതലുണ്ടാകണമെങ്കിൽ നമ്മെ തന്നെ ശോധന ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്നത്. ഇവിടെ സഹോദരി വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിച്ചപ്പോൾ അതിൻ്റെ അടുത്ത് എനിക്ക് ചിന്ത പെട്ടെന്ന് വന്നൊരു 18-ന്റെ 21-ാമത്തെ വാക്യം പറയുന്നു. ഹല്ലേലൂയ. സോറി, അതിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ വാതിൽ ഇത് തന്നെ. സ്തോത്രം. ദൈവത്തിൻ്റെ വാതിൽ ഇത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇതുതന്നെ ദൈവത്തിൻ്റെ വാതിൽ. എന്ത് ചെയ്യും? ആരെന്ത് ചെയ്യും? നീതിമാന്മാർ അതിൽ കൂടി കടക്കും. നമ്മെ ദൈവം ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നീതിമാന്മാർ കടക്കുവാൻ, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ എന്നിൽ കൂടെയും നിന്നിൽ കൂടെയും ക്രിസ്തു നമ്മളിൽ ഉള്ളിൽ വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേദനയും പ്രയാസവും നിറഞ്ഞ ഹൃദയം മുൻപുണ്ട്. നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, നമ്മെ ചോദിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ സംഭവിച്ചോട്ടെ. ഹല്ലേലൂയ. ഇവിടെ അതിൻ്റെ മുകളിലത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണും, നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തൻ്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും. ഇതൊക്കെ സംഭവിച്ചാലും ആകയാൽ എന്തുണ്ട്? നീതിമാന് പ്രതിഫലമുണ്ട്. നാം ദൈവത്തിൻ്റെ സ്ഥലം നീതിമാനാണെങ്കിൽ നമുക്കെല്ലാം പട്ടുമെത്തയല്ല. ഹലോ. ഒരു നീതിമാനാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ വെള്ള ഷർട്ട്, നല്ല കറുത്ത പാൻറ്, നല്ല ചിരിച്ച് ഇങ്ങനെ, ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കുകയാണ്, ചില ആളുകൾ പെട്ടെന്ന് ആളുകളെ പറയുക, അത് ഒരു ബിസിനസ് ട്രിക്കാണ്, ഇങ്ങനെ ചിരിച്ച് പെട്ടെന്ന് അവർ ആ മുഖത്തിൻ്റെ ഫേസ് പല രീതിയിൽ മാറുമ്പോൾ ഞാനിങ്ങനെ ഇതെങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില ആളുകൾക്ക് ആവാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് പക്ഷേ ഇതല്ല ദൈവം നമ്മെ നോക്കുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ള് അറിയുന്നൊരു കർത്താവ്. നാം തേങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, വേദനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഇതെന്തു സംഭവിച്ചാലും, പ്രശ്നങ്ങൾ വന്നാലും, കഷ്ടതകൾ വന്നാലും, നിന്ദകൾ വന്നാലും, അപമാനങ്ങൾ വന്നാലും, ഒറ്റപ്പെടലുകൾ വന്നാലും, പ്രിയ സഹോദര സഹോദരി, നിനക്കൊരു പ്രതിഫലം ദൈവം തന്നിരിക്കും. ഹല്ലേലൂയ. നാം അറിയാത്ത, നാം ചെയ്യാത്ത, നാം പ്രവർത്തിക്കാത്ത ചില പ്രശ്നങ്ങളിൽ നാം അകപ്പെട്ടു പോയാലും, ഹലോ, നാം പറയാത്ത, നാം ചിന്തിക്കാത്ത വിഷയങ്ങളിൽ നാം പെട്ടുപോയാലും, നിൻ്റെ പ്രവൃത്തി അറിയുന്ന സർവശക്തനായ ദൈവം പറയുകയാണ്, നിനക്ക് ഒരു പ്രതിഫലം ഉണ്ട്, നിശ്ചയം. വിശ്വസിക്കുക. നിനക്കൊരു പ്രതിഫലമുണ്ട്. ആര് മാറ്റിയാലും, ആര് മാറ്റി നിർത്തിയാലും സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്നെ വിളിച്ചതെൻ്റെ ദൈവമാണെങ്കിൽ, സ്വർഗത്തിലെ കർത്താവാണ് ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ, ഈ രാജ്യത്ത് ഇവിടെ ദൈവം നിന്നെ ആക്കിയെങ്കിൽ, പ്രിയ സ്നേഹിതരെ, സ്വർഗത്തിലെ ദൈവം നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. നിന്നെ ചില വിരൽ ചൂണ്ടുന്നവരുണ്ടാകാം, ചോദ്യം ചെയ്യുന്നവരുണ്ടാകാം, മാറ്റി നിർത്തുന്നവരുണ്ടാകാം. എന്നാൽ ദൈവ പൈതൽ, നാം എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? നാം എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? എനിക്കൊരു പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നാം വന്നിരിക്കുന്നത് ആരുടെ മുമ്പിലാ? സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ.
യോസഫിനോട് ചോദിച്ചു നോക്കണം. അവൻ കണ്ട സത്യം, അവൻ കണ്ട ദർശനം, അവൻ സഹോദരന്മാരോട് പറഞ്ഞതുകൊണ്ട് പൊട്ടക്കിണറ്റിലായി. അവനെ പിന്നെന്ത് കാരാഗ്രഹത്തിലായി. എന്തുകൊണ്ടാണ്? അവൻ ചിലതിനെയൊക്കെ ഒഴിവാക്കിയപ്പോൾ അവൻ കാരാഗ്രഹത്തിലേക്ക് അകപ്പെട്ടു. എന്നാൽ പറയട്ടെ, നിന്നിൽ പകർന്നിരിക്കുന്ന ഒരു ദൈവ തേജസ് ഉണ്ടല്ലോ, നിന്നിൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ടല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജഗനാരകടം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ ജീവിതത്തെ രൂപാന്തരം വരുത്തുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഞാനിങ്ങനെ അവിടെ ഇരുന്നപ്പോൾ കുറേ കാര്യം എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വന്നു. പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തി, നമ്മളെ അല്ലെങ്കിൽ വീട്ടിലായാലും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ ഒരു കെട്ടിൽ പെടാൻ സാധ്യതയുണ്ട്. ഹലോ, ഞാനൊക്കെ പലപ്പോഴും ഒതുങ്ങിപ്പോയതിൻ്റെ ഒരു കാരണം, ചിലർ പറയും അങ്ങനെ പോകരുത് ഇങ്ങനെ പോകരുത്. അത് വേറെ അല്ല, നമ്മൾ നല്ല കാര്യം ചെയ്താലും അതിനെ നമ്മൾ ഒതുക്കി മോശ 40 വർഷം നല്ല കൊട്ടാരത്തിൽ വളർന്ന് മരുഭൂമിയിൽ പോയി 40 വർഷം കഴിവ് പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ കഴിവില്ലാത്ത ആ 40 വർഷം അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളിലേക്ക് കടന്നുപോയ ഒരു അനുഭവമുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോകാതിരിപ്പാൻ, സ്തോത്രം, എനിക്കറിയത്തില്ല, ഒതുങ്ങിപ്പോകാതിരിപ്പാൻ ചിലതിനോട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ മറുപടി പറഞ്ഞ് നമ്മൾ തിരുത്താൻ പോയാൽ തിരുത്താൻ കഴിയത്തില്ല. നാം സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വേദന എന്താണെന്നറിയുന്നവൻ, ആ കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞു, അവൻ്റെ മേൽ ഇന്നലെ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ദൈവം തൊട്ടെങ്കിൽ ഓരോരുത്തരെയും ജീവിതത്തെ തൊടുന്നതാര മനുഷ്യരല്ല, സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം ചെയ്യുമ്പോൾ അത് തനിയെ രൂപാന്തരത്തിലേക്ക് വരാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്ന നമ്മുടെ ശക്തി, ഞാൻ പറയട്ടെ, മാനുഷികമായ കരമല്ല, ആ സ്വർഗീയ തേജസ്സിൻ്റെ കരം. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവര് ദൈവത്തെ തന്നെ ഏൽപ്പിച്ചപ്പോൾ അവരുടെ മേൽ അഭിഷേകം വന്നെന്നാ. ആരും തൊട്ടതുകൊണ്ടല്ല, അവർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം അവർ തോന്നുമ്പോൾ സ്വർഗം അവരുടെ മേൽ തൊടും. ആ സ്വർഗം തൊട്ടാൽ അതിന് വലിയ രൂപാന്തരം ഉണ്ടാകും. അതുകൊണ്ട് ആ ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, നീ എൻ്റെ ദീപത്തെ കത്തിക്കുമ്പോൾ എൻ്റെ അന്ധകാരം പ്രകാശമാകും. ആരാ ദീപത്തെ കത്തിക്കേണ്ടത്? മനുഷ്യരല്ല. എൻ്റെ സ്വർഗത്തിലെ ദൈവം നിൻ്റെ ദീപത്തെ കത്തിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിൻ്റെ ദീപത്തെ കത്തിക്കുവാൻ പരിശുദ്ധന്റെ ആത്മാവ് ശക്തമായി പറയുന്നു. ദൈവത്തിൻ്റെ ശക്തി യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയ ദൈവദാസനോടൊരു ദൂത് പറയുകയാണ്. ഇനി പാട്ട് പാടുന്നതിനേക്കാൾ ഉപരി വചന ശുശ്രൂഷയിലേക്ക് ഇറങ്ങ ദൈവം അഭിഷേകം ചെയ്യാൻ പോവാ. അങ്ങനെ പറയുന്നു. പാട്ട് വേറെ മാറ്റി ഏൽപ്പിച്ചുകൊണ്ട് വചനത്തിൽ വെളിപ്പാടുകൾ അറിയിക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. സ്തോത്രം. നിങ്ങൾ ഈ സഭ ചെറുതാണെന്ന് ചിന്തിക്കരുത്. ഇതിലൊരു അഭിഷേകത്തിൻ്റെ ശക്തി. ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു മണിക്കൂർ ആരാധന ഒന്ന് ക്രമീകരിച്ച് ഒന്ന് നോക്കുവാൻ, ട്രയൽ നോക്കി അഭിഷേകത്തോടെ പാടിക്കോ, ചില കോട്ടകൾ ഇടിയും. സ്തോത്രം. നിങ്ങൾ അതിന് എപ്പോഴെങ്കിലും അരമണിക്കൂർ, നമ്മൾ എത്രയോ മണിക്കൂറുകൾ കളയുന്ന, അല്ലെങ്കിൽ 1 മണിക്കൂർ ദൈവത്തിൽ എല്ലാവരും കൂടെ ഒന്ന് കൂടിയിരുന്ന് നമുക്ക് അത് നിങ്ങളൊരു തീരുമാനമെടുത്തോ. എന്താ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലെ ദൈവം ദീപത്തെ കത്തിച്ചാൽ എൻ്റെ അന്ധകാരം പ്രകാശമാക്കിയാൽ നിന്നെ ഞാൻ പടക്കൂട്ട നേരെ പാഞ്ഞു തല്ലും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വർഗത്തിലെ ദൈവം നിൻ്റെ ദീപത്തെ കത്തിക്കുമ്പോൾ മുൻപിലുള്ള കോട്ടകൾ, മുൻപിലുള്ള തടസ്സങ്ങൾ, നിന്നെ തടഞ്ഞു വെച്ചതിനെ നീ ചാടിക്കടക്കുമെന്ന്. യെസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവമേ ഈ സഭയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിന് 4 അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തനെ ഇറങ്ങി വരട്ടെ, കൂടാരങ്ങൾ ഇറങ്ങി വരട്ടെ. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന വലിയ സാന്നിധ്യം വെളിപ്പെടുന്ന പകലാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. കർത്താവേ,
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, അവിടെ പറഞ്ഞത്, ദാവീദ് പറഞ്ഞത് ആരെങ്കിലും കത്തിച്ചെന്നല്ല. ആണോ? നീ എൻ്റെ ദൈവത്തെ കത്തിക്കും. ഇവിടെ ഇരിക്കുന്ന എന്നോടും ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും അഭിഷേകത്തിൻ്റെ ശക്തി സ്വർഗം കത്തിച്ചാൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആരാധനയിലായിരിക്കും ദൈവീക മഹത്വം വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞാൻ ആ പ്രിയ ദൈവദാസൻ പറഞ്ഞ ഒരു ടെസ്റ്റ് മണി എന്നെയും ചിന്തിപ്പിച്ചു. ഒരു കുഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ആ ചിന്ത എൻ്റെ ഉള്ളിൽ ചിന്തിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആരും അറിയാതെ അവൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിൻ്റെ കുഞ്ഞുങ്ങളെ, മകനെ, നീ ദൈവത്തോടെ, എനിക്കറിയത്തില്ല, ഇവനോടും പറയുകയാണ് പരിശുദ്ധാത്മാവ്, സ്വർഗത്തിലെ ദൈവം ദീപത്തെ കത്തിച്ചാൽ, ഇനി എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ മാതാപിതാക്കളെ നമ്മൾ ഉള്ളിൽ ദൈവത്തോട് പറഞ്ഞാൽ മതി. സ്തോത്രം. തീരുമാനമെടുത്തോ. ഞാൻ 2-3 ദിവസം കൊണ്ട് തമാശ രീതി പറഞ്ഞു, ചിലതൊക്കെ തീരുമാനമെടുത്തോ. ദൈവം മാറ്റം വരുത്തും. അഭിഷക്തനായി നമുക്കൊരു നല്ല എന്താ പറയുക, കൂട്ടാളിയായി കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ പിശാച് ചെയ്യുന്ന ഒരു പദ്ധതി എന്താ അറിയാമോ? അവരെ നമ്മളിൽ നിന്ന് ദേഷ്യം പിടിപ്പിച്ച് നമ്മളുമായി അകറ്റാൻ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളുമായി അകറ്റിയെടുക്കുവാൻ നോക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയുക, ദൈവത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ള കർത്താവ് ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ കുഞ്ഞിനെ ഇത്രത്തോളം അനുഗ്രഹിച്ച് നിന്റെ ചേർന്ന് നടക്കുന്ന അഭിഷേകത്തോടെ നിർത്തിയ കുഞ്ഞിനെ ഒരു പുത്തൻ അഭിഷേകത്തോടെ അവന് കിട്ടിയ ആ ശക്തി 9ാം ക്ലാസ്സിലാണ് കിട്ടിയത്. നല്ല ടേണിംഗ് പോയിൻ്റാണ്. അത് ദൈവം തുടർന്ന് അവനെ ചെയ്യാൻ പോവാം. നമ്മൾ അപ്പനോട് പറഞ്ഞാൽ മതി, അപ്പൻ രൂപാന്തരം പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്നെ പറയുന്നു, അപ്പൻ വലിയ മാറ്റം ചെയ്യും. നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ എങ്ങനെയൊക്കെയായിരുന്നു നമ്മളൊന്ന് ചിന്തിക്കണം. എന്നാൽ ഇത്രത്തോളം നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ വിഷയത്തെ എങ്ങനെ പറഞ്ഞു പരിശോ, നീ എൻ്റെ ദീപത്തെ കത്തിക്കുമ്പോൾ എൻ്റെ അന്ധകാരം പ്രകാശമോ, നിന്നാ ഞാൻ പടക്കൂട് നേരെ പാഞ്ഞെന്ന് ഞാൻ മതിൽ ചാടിക്കടക്കാൻ പോവുകയാണ്. 2026 ചില വഴികൾ നമുക്ക് വേണ്ടി ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, ജീവിതത്തെ വേദനിപ്പിക്കുന്ന, നാം അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന വിഷയങ്ങൾ നമ്മൾ നേരെ നടന്നതായിരിക്കാം, നേര് പറഞ്ഞതായിരിക്കാം, എന്നാൽ നമ്മെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ മതിൽ ചാടിക്കടക്കും. ചാടിക്കടക്കത്തില്ല എന്ന് ചിന്തിച്ചോടെ മതി. ചാടിക്കടത്ത് ഇതുവരെ എത്തിച്ചൊരു ദൈവത്തെ നീ മറന്നു പോകരുത്. സ്തോത്രം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഇരിക്കുന്നതിനൊക്കെ ഒരു സാക്ഷ്യം സ്വർഗത്തോട് ചോദിച്ചാൽ കാണാൻ പറ്റും, അല്ലേ? നമ്മൾ ചിന്തിച്ചതാണോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചതാണോ? നമ്മളൊരു സ്വപ്നം കാണും. ഞാനിങ്ങനെ രാവിലെ ഇരുന്നപ്പോൾ എൻ്റെ വൈഫ് നാട്ടിലൊരു ചെടിയുടെ ഫോട്ടോ ഇട്ട് തന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും അതിൻ്റെ കീഴെ പോയി നോക്കി, ഇങ്ങനെ വലിയ കൃഷിക്കാരനല്ല, ആദ്യമായിട്ട് വെച്ചതായതുകൊണ്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഒരു വളർച്ച ഇങ്ങനെ വലുതായിട്ട് എനിക്ക് അത്ര ഇത് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ 2 ആഴ്ച മാറി ചെല്ലുമ്പോൾ അതിൻ്റെ വളർച്ച നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹലോ. അതായത് നമ്മൾ കുറച്ച് ദിവസം ഒരു സാധനത്തെ സ്ഥിരമായിട്ട് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഗുണം മനസ്സിലാകത്തില്ല. ഒരു ആഴ്ചയൊന്ന് മാറി നോക്കുമ്പോൾ അതിൻ്റെ വളർച്ച എന്താണെന്ന് അറിയാൻ പറ്റും. കാരണം ഇതിൻ്റെ വേരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എനിക്കറിയത്തില്ല, എന്തോ ഒരു ആലോചന പറയുന്നു, ദൈവം പണിതുകൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നിനക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. ഹലോ. നിനക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. അതാരാ പറഞ്ഞത്? ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് എന്ന് ആര് പറയും? മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കും. ഇവൻ ആരാധിച്ചതും, ഇവൻ ദൈവത്തെ സ്തുതിച്ചതും, ഇവൻ ദൈവത്തിന് വേണ്ടി നിന്നതും, ഇവൻ ദൈവത്തിന് വേണ്ടി ഓടിയതും ഞങ്ങളൊക്കെ പലപ്പോഴും ഉള്ളിൽ പറയാറുണ്ട്, കർത്താവേ, ഇവരിത്രത്തോളം ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ എന്താണ് പറയേണ്ടത്? രാത്രി ജോലി കഴിഞ്ഞ് വന്ന് അല്പസമയം പാട്ടുപാടി പ്രാക്ടീസ് ചെയ്ത് പിന്നെയും പ്രാർത്ഥനയ്ക്ക് പോയി പിന്നെയും വന്ന് ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഞാൻ പറയും, ഇതൊന്നും വൃഥാവല്ല, ഒരു പ്രതിഫലം ഉണ്ട് നിശ്ചയം. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാൻ പോവുകയാണ്. കൂടാരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയതിനെ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കും. സ്തോത്രം. നീ ഒരു ദൈവ പൈതലാണെന്ന്,
നീ ഒരു ദൈവത്തിൻ്റെ പൈതലാണെന്ന് നിന്നെക്കൊണ്ട് വിധി പറഞ്ഞ് കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തിയെങ്കിൽ ഇന്ന് പറയുന്നു, പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നിന്നെ കൊണ്ട് മാറ്റി മാറ്റി നിർത്തിയാലും സ്വർഗം മാറ്റാതിരുന്നാൽ മതി. സ്വർഗത്തിലെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സഹോദര സഹോദരി, നിന്നെ ഒരു കാലത്ത് എത്ര തടഞ്ഞു വെച്ചാലും എത്ര മാറ്റി നിർത്തിയാലും ഇതുവരെ കൊണ്ടുവന്നൊരു കർത്താവുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇവിടെ വന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ താമസ സൗകര്യമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഓർക്കാറുണ്ടോ? എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്, എത്ര വേദനകൾ സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതൊന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയ ദൈവം ചെയ്ത നന്മകളുടെ വലിപ്പം മനസ്സിലാകും. സ്തോത്രം അല്ലേ? നമ്മൾ എന്തെല്ലാം സഹിച്ച്, എന്തെല്ലാം വേദന ഉള്ളിൽ ഒതുക്കി വന്ന് ഇത്രയും നാളായി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയും, നിന്നെ കൊണ്ടുവന്ന വഴി നീ മറന്നു പോകരുതെന്ന് നമ്മളൊന്ന് അയവിറക്കണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഒരു വാക്യം വായിക്കണമേ. സ്തോത്രം. 92 സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ, അതിൻ്റെ 12 വാക്യം ഒന്ന് വായിച്ചാട്ട്. മതി. ഇവിടെ നീതിമാൻ എങ്ങനെ? പന പോലെ. നമ്മുടെ നാട്ടിലെ ചില ക്രൈസ്തവരൊക്കെ പറയുന്ന ഒരു വാക്ക് ഇത് നേരെ തിരിച്ചാണ് പറയുന്നത്. ദുഷ്ടൻ അങ്ങനെ നമ്മളോട് ഉണ്ടോ വചനൊന്നും പറയാൻ അവർ കേൾക്കത്തില്ല. നിങ്ങൾ ബൈബിളും അങ്ങനെയല്ലേ പറയുന്നത്, ദുഷ്ടനും വളരുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറയുന്നു, എന്താ പറഞ്ഞത്? നീതിമാൻ പന പോലെ. ഈ പനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം പന നമ്മുടെ ചില നാടുകളിൽ കുറച്ചേ ഉള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട അല്ലെങ്കിൽ എറണാകുളം ജില്ല കാണും, എവിടെയൊക്കെ കാണും. പക്ഷേ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂരേക്ക് പോകുമ്പോൾ അവിടുത്തെ മണ്ണ് വേറെയാണ്, ഇല്ലേ? അതിൻ്റെ പക്ഷെ ആര് പറയുന്നു, ആ പനയുടെ അത് ഞാൻ പറയാം, കേരളം വിട്ട് പാറശാല കഴിഞ്ഞ് അങ്ങോട്ട് പോയി തിരുനെൽവേലി പോയി, അതായത് രാജസ്ഥാനിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആന്ധ്ര സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ വരമ്പത്ത് ഇങ്ങനെ പന ഇങ്ങനെ നിൽക്കുന്ന കാണാം. പക്ഷെ അവർ പറയുന്നത് ആ തടി നല്ല സ്ട്രോങ് ആണെന്ന് പറയുന്നത്. കാരണം വെള്ളമില്ലാതെ ഇതിൻ്റെ വേര് നല്ല അങ്ങനെ ഇറങ്ങി ഒറ്റപ്പെട്ട് നിൽക്കുന്നെങ്കിലും അത് എങ്ങനെയാണെന്നറിയോ, നിന്നെ ഒരു പന പോലെ നിർത്തുമെന്ന്. സ്തോത്രം. ആരും വെള്ളം തരുന്നില്ല, ആരും കൊണ്ടൊന്നും ഒഴിക്കുന്നുണ്ടോ? തെങ്ങിനാണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം പമ്പ് ചെയ്ത് വലിയ 2 കുളം വിട്ട് വലിയ മോട്ടർ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പനയ്ക്കൊന്നുമില്ല, മാറി ഒരു സൈഡിൽ നിൽക്കുക. എന്നാൽ അതിന് പറയാൻ കഴിയും, എൻ്റെ വേര് ആഴത്തിലേക്ക് പോവുകയാണ്. നിനക്കൊരു ദൃഢമായി ദൈവാത്മാവ് പറയുന്നു, നിന്നെ പന പോലെ വളർത്തുന്നൊരു ദൈവ. ദുഷ്ടനെ എല്ലാവരും പറയുന്ന പോലെയല്ല, പരിശുദ്ധാത്മാ പറയുന്നു, നിന്നൊരു പന പോലെ ഇവിടെ ആക്കിയെങ്കിൽ സ്വർഗത്തിലെ ദൈവ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നീ ഒരു പന പോലെ നിന്നെ വളർത്തുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. ലോകത്തിലെ ഭരണാധികാരികൾ കോടതി നീതി നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയാലും, ഭൂമിയിൽ നീ പ്രയാസങ്ങൾ അനുഭവിച്ചാലും, സ്വർഗീയ പൈതലെ, നീ ഒരു ദൈവ പൈതലാണോ, നീ ഒരു നീതിമാനാണോ, നിനക്ക് വ്യക്തമായി ഒരു പ്രതിഫലം ദൈവം തരാൻ പോകുകയാണ്. ഈ കോടതികൾ ചിലപ്പോൾ നിയമങ്ങൾ മാറ്റി എഴുതാം. ഈ കോടതികൾ അധികാരികൾ നിനക്ക് നിയമങ്ങൾ മാറ്റും, ചിലപ്പോൾ നിന്നെ വേദനിപ്പിക്കും. എന്നാൽ സ്വർഗീയനായ ദൈവം നിനക്ക് വേണ്ടി ഒരു നീതിയുടെ കരം ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. നാം ഈ ചെറിയൊരു കൂട്ടത്തെ ദൈവത്തിന് നീതി വളർത്തുവാൻ, ഹല്ലേലൂയ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ കോഴിക്കോടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതുപോലെ 2 പേര് ഒരാളൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ഞങ്ങളുടെ അവിടെ ആരാധനയ്ക്ക് വന്നു. നല്ല വെള്ളയും ഇതൊക്കെ ഇട്ട് വീട് ചോദിച്ചു. പുള്ളി കരിങ്കലിൻ്റെ പണിയാണ്. താൻ പണ്ട് അറിയാതെ ഒരു കേസിൽപ്പെട്ടു. പിന്നെ പറഞ്ഞത് ഒരു കൊലക്കേസാണ്. പരോളിന് വന്നപ്പോൾ അവരെ നാട്ടിൽ പോകാതെ ഈ കോഴിക്കോട് വന്ന് കരിങ്കലിൻ്റെ പണി ചെയ്ത് ആരാധന ഒന്നും മുടക്കത്തില്ല. അയാൾ വന്ന് ദൈവത്തെ ആരാധിച്ചു. പക്ഷെ എന്താ പറയാൻ വന്നതിന് കാര്യം, ഞങ്ങൾ 2-3 പേരെ ഉള്ളു പ്രാർത്ഥിച്ച് ആരാധിച്ചു. വെളി ചോദിക്കും, നിങ്ങളുടെ അവിടെ എന്തോ ഇത്രയും പേര്? ഹലോ, നമ്മുടെ ഈ ചെറിയ ആരാധന സ്വർഗം വലുതാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ആരാധിച്ചാലും ചിലരൊക്കെ അവിടെ ഇത് കുറേ പേരുണ്ടായിരുന്നില്ലേ? അതാണ് യെരിഹോ മതിന് ചുറ്റും ആർപ്പിട്ടപ്പോൾ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിൻ്റെ ആർപ്പിന്
ശക്തിയുണ്ട്, നിൻ്റെ സ്തുതിക്ക് ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പെട്ടെന്ന് ആ വ്യക്തി ഓർമ്മ വന്നു. ആ വ്യക്തി ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിച്ച് തനിക്ക് വേണമെങ്കിൽ കുറ്റവാളിയാ, ഇനി എങ്ങനെയെങ്കിലും പോകാമെന്ന് ചിന്തിച്ചില്ല. താൻ ആരാധനയ്ക്ക് വേണ്ടി ഒത്തിരിയും ദൂരം ഞങ്ങളുടെ ബസ് കയറി എങ്ങനെയോ കേട്ടറിഞ്ഞ് അവിടെ വന്ന് എല്ലാ ദിവസവും വന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് സ്വത്രാഴ്ച ഇട്ട് ആരാധിച്ച് ദൈവത്തെ മഹത്വം. ഞാൻ എൻ്റെ ഉള്ളിൽ ദൈവമേ, ആ പുള്ളി അന്ന് അറിയാതെയോ എന്താണ് ചെയ്തൊരു വിഷയം. പക്ഷേ താൻ ദൈവസന്നിധിയിൽ ഇപ്പോൾ ആരും അറിയാത്ത ദേശത്ത്, ആരും അറിയത്തില്ല, അതായത് കട്ടപ്പനയ്ക്ക് അടുത്ത് രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളിയുടെ വീട്. അവിടെയൊക്കെ വിട്ട് ഇവിടെ വന്ന് ദൈവത്തിൻ്റെ വലിയ നീതിയുടെ കരം, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. എനിക്കറിയത്തില്ല, ദൈവം നമുക്ക് വേണ്ടി ചിലത്, ദൈവം നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഒരു പ്രതിഫലമുണ്ട്. പ്രതിഫലമുണ്ടോ? മൊർദെഖായിയോട് ചോദിച്ചു നോക്കണം. മൊർദെഖായിയെ, നിനക്ക് പ്രതിഫലമുണ്ടോ? പ്രതിഫലമുണ്ടോ? ഉണ്ട് സഹോദര എന്ന് മൊർദെഖായി പറയും. കാരണം അവൻ നീതിമാനായി, അവൻ തിന്ന ജോലിയിൽ, അവൻ ചെയ്ത ജോലി വിശ്വസ്തനായിരുന്നു. ആരും അവന് വേണ്ടി നീതി ചെയ്തില്ല, ആരും അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ല. അവൻ സ്വർഗത്തിലെ ദൈവസന്നിധിയിൽ നീതിയോടെ നടന്നു. എന്നാൽ അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, അവനെ കഴുമരത്തിൽ തൂക്കുവാൻ ഹല്ലേലൂയ ഹാമാൻ പദ്ധതിയിട്ടു. ഇന്ന് പകൽക്കാലം പറയുന്നു, നിനക്കെതിരെ ചില കഴുമരങ്ങൾ, നിനക്കെതിരെ ചില കൂടാചൊലകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില കോട്ടകളെ തകർക്കുന്ന പകൽക്കാലമായി തീരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാരത്തിൻ്റെ ശക്തികൾ ഇടിയുന്ന പകൽക്കാലമായി തീരട്ടെ. യഹോവയുടെ തേജസ് വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യഹോവയുടെ തേജസ് വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവ തേജസ് വെളിപ്പെടട്ടെ. നിന്നെ തൂക്കുമെന്ന് വിധി എഴുതിയാലും, നിന്നെ ഇല്ലായ്മ ചെയ്യുന്നു വിധി എഴുതിയാലും, ഹാമാനോട് എങ്ങനെ പറഞ്ഞു, അവനൊരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്നെ ഒരു ശക്തിക്കും ജയിക്കുവാൻ സാധ്യമല്ല. നീ നീതിമാനാണെങ്കിൽ നിനക്കൊരു പ്രതിഫലമുണ്ട്, നിശ്ചയം. യെസ്, പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഇതിനൊക്കെ ഒരു മറുപടി ദൈവം ഒരുക്കാൻ പോകുക. ആരും കണ്ടില്ല എങ്കിലും കാണുന്നവൻ അവിടെ എഴുതി വെപ്പിച്ചിട്ടുണ്ട്. ആരും കേട്ടില്ല എങ്കിലും അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ നിനക്ക് വേണ്ടി ചിലത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറഞ്ഞ വാക്യം കൊണ്ട് ഞാൻ നിർത്തട്ടെ. ആകയാൽ പ്രിയ സ്നേഹിത, നീ കഴിഞ്ഞ നാളുകളിൽ ക്ഷീണിച്ചു പോയെങ്കിൽ, കഴിഞ്ഞ നാൾ നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ, സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിനക്കൊരു പ്രതിഫലമുണ്ട്, നിനക്കൊരു പ്രതിഫലമുണ്ട്. ലോകം പറയും തകർന്നുപോയി, തരിപ്പണമായി, നിന്റെ കൂടെ മക്കളുണ്ടാകിയില്ല, ലോകക്കാരുണ്ടാകിയില്ല, സഹോദരങ്ങളുണ്ടാകിയില്ല. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചിലത് കരുതുന്ന ഒരു കർത്താവ്. യെസ്, കണ്ണുകൾ ദൈവത്തിൽ അടച്ചാട്ട്. നമ്മുടെ മുമ്പിൽ സമയം തീർന്നതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ചുരുക്കട്ടെ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഈ സഭയെ, ഇത്രത്തെ ചെറിയൊരു കൂട്ടത്തെ, ഈ ചെറുതിനെ വിശാലമാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി നിൻ്റെ പ്രാർത്ഥനയിൽ വരും. കഴിഞ്ഞ ദിവസങ്ങളും ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ചെറിയൊരു 15 മിനിറ്റ് ഇംഗ്ലീഷ് ഒരു മെസ്സേജ് കൊടുക്കാൻ തയ്യാറാക്കിക്കൂ. ദൈവം ചിലതൊക്കെ ചെയ്യാൻ പോവുകയാണ്. അത് ഈ കുഞ്ഞ് ട്രാൻസ്ലേഷൻ ചെയ്യും. നിങ്ങൾ ചിന്തിക്കേണ്ട, ഇവനെ നമുക്കൊരു വലിയ അഭിഷേകത്തോടെ ആ വാക്കടയിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ആര് മാറ്റി നിർത്തിയാലും, ആര് തള്ളി നീക്കിയാലും ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരു പ്രതിഫലം നിനക്ക് തരാൻ പോവാം. സ്തോത്രം. പലപ്പോഴും നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ അങ്ങോട്ട് മാറ്റി നിർത്തുമെങ്കിൽ ദൈവം പറയുന്നു, നിനക്കൊരു പ്രതിഫലമുണ്ട്, നിനക്കൊരു പ്രതിഫലമുണ്ട്, നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് എന്ന് പറയിപ്പിക്കും. കണ്ണുകളെ അടച്ചാട്ടെ, ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ സഭയ്ക്കായി സ്തോത്രം. നിന്റെ മക്കൾ ബന്ധപ്പെട്ട്, കർത്താവ് കൊടുത്ത നന്മകളാണെങ്കിൽ ഒത്തിരി ബന്ധപ്പാടുകളിൻ്റെ പിന്നിലുണ്ട്. കർത്താവേ, ഇതിനെ വിശാലപ്പെടുത്തുവാൻ സ്വർഗം കൃപ ചെയ്യണം. ഇതിൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റണം. ഇതിൻ്റെ 4 വശത്തു നിന്നും ഞങ്ങൾ ചിലതിനെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദാസനെയും
തന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് ഇപ്പോൾ കീബോർഡ് പ്ലേ ചെയ്യുന്നതിൻ്റെ മകനെയും കുടുംബത്തെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രതിഫലം ഈ സഭയ്ക്ക് ദൈവം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവമഹത്വം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ.